വിമൽ ബ്രദർ, നമസ്കാരം. 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 എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി. 2 വർഷമായി. രണ്ടല്ല, ഏകദേശം 2 വർഷത്തോളം. ഓക്കെ. എല്ലാം ദൈവം മുന്നമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്ക് വീണ്ടും കാണാൻ പറ്റി. അന്ന് കണ്ടതിനേക്കാളും ഇച്ചിരി വെളുത്തെന്ന് തോന്നുന്നു. അത് വന്നോട്ടെ, കുഴപ്പമില്ല, അത് ആയിക്കോട്ടെ. ഓരോ ദിവസങ്ങൾ കൂടുന്തോറും അതതിൻ്റെ പാടിന് വെളുത്തോണ്ടിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ കറുത്ത് വരുമോ? അപ്പം അങ്ങനെ വേണമല്ലോ, അങ്ങനെ വേണമല്ലോ. ഡൈ ആണെന്ന് ഞാൻ പറയത്തില്ല. അല്ലത് ഡൈ ആണെന്ന് പറയത്തില്ല. ഡൈ അടിക്കുന്നേ ഉള്ളൂ. അല്ല, ഡൈ അടിച്ച് ഇവിടെ വെളുത്തിരിക്കത്തില്ലല്ലോ. അതതിൻ്റെ ഭാഗത്ത് പോട്ടെ, അത് നാച്ചുറലായിട്ട് വരുന്ന ഇതല്ലേ, അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അല്ല, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിലൊരു വാക്യമുണ്ട്, മുടിയുടെ നീളം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ലെന്നോ. എന്ത് വരുന്ന വാക്യം? നിന്റെ മുടി നരച്ച മുടി ആർക്കും വെളുപ്പിക്കാൻ കഴിയില്ലെന്ന്. ഓക്കെ. പക്ഷേ ഇതേ ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ശരിക്കും ആ സ്പിരിറ്റ് ഉള്ളത്തിൽ കയറിക്കഴിഞ്ഞാൽ സാറായുടെ വയസ്സ് ഒറ്റ വർഷം കൊണ്ട് 90 ബ്രദർ ആ ടോപ്പിക് എടുത്തുകൊണ്ട് വന്നില്ലേ? സത്യത്തിൽ പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര കണക്ഷനായിട്ട് തോന്നി. സാറയ്ക്ക് 90 വയസ്സ്. അപ്പം സാറയുടെ തൊലിയും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം, അവരുടെ ബോഡി എല്ലാ സ്ട്രക്ചറെല്ലാം ഒരു പ്രത്യുൽപാദന രീതിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡെഡായി പോയതാണ്. പക്ഷെ അവിടെ ആണ് ഈ ആത്മാവിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, അല്ലേ? അതെ, ഭയങ്കര സംഭവം. അത് എനിക്ക് ബ്രദറിനോട് ചോദിക്കാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അത് എങ്ങനെ പിന്നെ രണ്ടാമത് ആ സംഭവം ഉണ്ടായി? ഈ പല കാര്യങ്ങളും നമ്മൾ ബൈബിൾ പറയുന്നതിൻ്റെ ആശ്ചര്യകത അല്ലെങ്കിൽ അമാനുഷികത നമ്മളിങ്ങനെ പ്രസംഗിക്കാൻ ഭയങ്കര വെമ്പലുകൾ. പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കലി അതിൻ്റെ അകത്തിരിക്കുന്ന എസൻസിനെ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആരും ശ്രമിക്കാറില്ല. അതെ, അതെ. ഇപ്പോൾ നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുകി വരുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ ആ വാക്യത്തെ എടുത്ത് വെച്ചിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ വാക്യത്തിൻ്റെ പിന്നിൽ ദൈവം ഉദ്ദേശിച്ച കാര്യത്തെ കയറി പിടിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. അതാ ശരി. ഓക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ മെഡിറ്റേഷൻ്റെ അകത്ത് ഈ ഓരോ സെല്ലുകളും റിജവനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചു. ഓക്കെ. ഇനി അങ്ങനെയുള്ള സാറമാർ വരട്ടെ, അല്ലെങ്കിൽ അബ്രഹാം ആൾക്കാർ വരട്ടെ, അപ്പം നമുക്കിത് പറഞ്ഞു കൊടുക്കാം. അല്ല ബ്രദറെ, എന്താണെന്നറിയോ, ഈ റെവലേഷൻ, ഇപ്പം ബ്രദർ പറഞ്ഞ റെവലേഷൻ ഉണ്ടല്ലേ, ആ റെവലേഷൻ ഇന്ന് ഭൂമിയിൽ കിട്ടിയ ഈ തലമുറകൾ കിട്ടിയവരിൽ അഥവാ കിട്ടിയിട്ട് വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. വളരെ വിരലിലെണ്ണുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. കാരണം എന്താ അറിയോ, ഒരു മനുഷ്യന്റെ അതായത് വാർദ്ധക്യത്തെ പോലും യൗവനമാക്കാൻ കഴിയുന്ന ആ ദൈവിക സാന്നിധ്യം ആ നമ്മിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയാത്ത ജനങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ള ആത്മീയ ഗുരുക്കന്മാരും ആത്മീയ നേതാക്കന്മാരും, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും യൗവനം ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഡൈ അടിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എന്നാലും പുറമേ അവരത് പ്രദർശിപ്പിക്കത്തില്ല. അതെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹം മാത്രമല്ല, ഈ കാര്യത്തെ നമ്മുടെ ലൈഫിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ദൈവം വെച്ചേക്കുന്ന പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യത്തിലും കൂടെ നമ്മൾ കയറി പിടിച്ചേക്കുക, അല്ലേ? ഈ മുടി കറക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ കറക്കും, 100% കറക്കും. അതിൻ്റെ കാരണം ഉറപ്പായി നമ്മുടെ ശരീരത്തിൻ്റെ, അതായത് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തെ ആ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയാൽ 100% ബ്രദർ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകൾ 100% ആരോഗ്യം, അതായത് ശൈശവകാല യൗവനകാലത്തേക്ക് അത് ഉറപ്പായിട്ട് അതായത് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ബൈബിളിൽ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വരും എന്നുള്ളതാണ് ഇപ്പം ബ്രദർ പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ സയൻസ് ഇല്ല, അത് പറയത്തില്ലല്ലോ. സയൻസ് ഉണ്ട്. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിനകത്ത് വെച്ചിരിക്കുന്ന കാര്യത്തെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൂട്ട് പിടിച്ചാൽ മതി. അതറിയാത്തതായി പ്രശ്നം. ദൈവം എല്ലാം ഈ പ്രപഞ്ചത്തിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പൊന്നു ബ്രദറെ, ഇതൊരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ബ്രഹ്മാണ്ഡ സാധനം. അതെ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ അത്ഭുത സൗഖ്യങ്ങളില്ലേ,
അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിക്കും. സംഭവിക്കുന്നു. ഇപ്പം ഒരാളിനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലിരിക്കുകയാണ്, സംഭവിക്കുമോ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്നു, ആ അത്ഭുതം സംഭവിക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെ അവനൊരു അത്ഭുത സൗഖ്യം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഒരിക്കൽ കൊടുത്തു. പിന്നെ അവൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവം ഈ പ്രപഞ്ചത്തിൽ വെച്ചിരിക്കുന്ന സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവൻ അത് മനസ്സിലാക്കി അവന് ലഭിച്ചിരിക്കുന്ന ആ സൗഖ്യത്തെ നിലനിർത്താനുള്ള ബാധ്യത പിന്നെ അവനാണ്. അല്ലാതെ എല്ലാ പ്രാവശ്യവും വന്ന് ദൈവം എനിക്ക് താ എന്ന് പറഞ്ഞാൽ ദൈവം തരത്തില്ല. ഒരിക്കൽ ദൈവം ഒരു അത്ഭുത സൗഖ്യം കൊടുത്തു, ഓക്കെ. ആ ആത്മാവിന്റെ സാന്നിധ്യം, ആ സ്പിരിച്വൽ ആ ഒരു പ്രസൻസ് ദൈവം കൊടുത്തു അദ്ദേഹത്തിന്. അതെ, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. അതെ. അപ്പോൾ അതിനുള്ള റിസോഴ്സ് എവിടെയുണ്ട്? പ്രപഞ്ചത്തിലുണ്ട്. അതിനുള്ള റിസോഴ്സ് എവിടെയുണ്ട്? നിൻ്റെ വിസ്ഡത്തിൽ, ആത്മാവിൽ അതുണ്ട്. കണ്ടെത്തിയാൽ മതി, എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. വീണ്ടും എവിടെ പോയി നിൽക്കണ്ട, തലയിൽ കൈവച്ച് തുള്ളി തുള്ളി നിൽക്കണ്ട. സത്യം പറഞ്ഞാൽ സഹോദര, ഞാനൊക്കെ കുറേ വർഷങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും മന്ദബുദ്ധിയായിപ്പോയി. എന്നപ്പോൾ ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. കാരണം ആ കാലങ്ങളിലെല്ലാം ഞാൻ ഇതിനു വേണ്ടിയൊക്കെ നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്താണെന്ന് ശരിക്കും മനസ്സിലായാൽ, ഒരു മനുഷ്യന് മനസ്സിലായാൽ, സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് ഈ ഒരു നിലകളിലേക്ക് പോകേണ്ട ഒരിക്കലും വരത്തില്ല. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ അദ്ദേഹം ഭൂമിയിലെ സർവ്വ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇതൊരു വലിയ എനിക്ക് മറ്റേ ഈ സാറയുടെ കാര്യം പറയുന്നു, ചരിത്രങ്ങളിൽ മറ്റു പഴയ കാലത്തെ പിതാക്കന്മാരുടെ കാര്യം, അവർ 120, 130 വയസ്സ് വരെയൊക്കെ അവർ ആത്മാവിൽ ജീവിച്ചിരുന്നതുണ്ട്. പക്ഷെ ഇന്ന് പുസ്തകത്തിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട് 60 നായ്മ തീരുന്നത്. അതെ. ഇപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡികൾ നടത്തുന്നത്, എനിക്കറിയില്ല നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തുന്നത് നമുക്ക് ഈ കലണ്ടറിലുള്ള ഏജും ഉണ്ട്, ബയോളജിക്കലി ഏജും ഉണ്ട്. ഇപ്പോൾ കലണ്ടറിലുള്ള ഏജ് അനുസരിച്ച് എനിക്ക് 53 ആയിട്ടുണ്ടാവും. പക്ഷേ ബയോളജിക്കൽ ഏജ് വെച്ചിട്ട് ചിലപ്പോൾ എനിക്ക് 100 വയസ്സാകാം, ചിലപ്പോൾ എനിക്ക് 20 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. അതായത് എൻ്റെ ശരീരത്തിൻ്റെ ഊർജവും എൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും എൻ്റെ ഈ ശരീരം വർക്ക് ചെയ്യുന്ന പ്രൊസീജിയർ വെച്ചിട്ട് ബയോളജിക്കൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതെ. അപ്പോൾ എൻ്റെ കലണ്ടർ ഏജ് 53 ആണെങ്കിലും ആ ബയോളജിക്കൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എയ്തർ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 53 ഓർ ലെസ് ദാൻ 53. സോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു 30-33 നിൽക്കാനാണ്, നിത്യ യൗവനം. യെസ്, അത് സാധിക്കത്തില്ലേ? ഉറപ്പായിട്ടും. നമ്മുടെ ആത്മാവിൽ ജീവിക്കുന്നവർക്ക് സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അറിഞ്ഞത്. നമ്മൾ അറിയുന്ന സത്യം കറക്റ്റാണെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കുക. തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ബ്രദർ, എന്താണെന്നറിയാം, പല ജീവിതത്തിലും നമ്മളുടെ ശരീരം പല സമയത്തും വാർദ്ധക്യത്തിൽ പോകുമ്പോഴും ചില യാഥാർത്ഥികമായ സത്യങ്ങൾ അറിഞ്ഞ് ആത്മാവിൽ നിൽക്കുന്നവരുടെ ശരീരം ആ വാർദ്ധക്യത്തിൽ പോയാലും മടങ്ങിൽ തിരിച്ച് യൗവനത്തിൽ വരും. അത് വന്നിരിക്കും, ഉറപ്പായും വന്നിരിക്കും. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തലവേദന വരുമ്പോൾ, എനിക്ക് ചിലപ്പോഴൊക്കെ ഫുഡിൻ്റെ ഹാബിറ്റ് മാറുമ്പോഴോ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോഴോ ചിലപ്പോൾ എനിക്ക് തലവേദന വരാറുണ്ട്. തലവേദന വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പിടിക്കും, എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ പിടിയിലങ്ങ് മാറിപ്പോവും. ഓക്കെ, ഇനി തലവേദന വന്നത് വെള്ളം കുടിക്കാതെയും സമയത്തിന് ഫുഡ് കഴിക്കാതെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്താലേ മാറത്തുള്ളൂ. അപ്പോൾ യാത്രാ ക്ഷീണമോ അങ്ങനെയുള്ള എന്തെങ്കിലും വേറെ ഒരു പാരാമീറ്റർ വന്നാണ് ഇത് വന്നതെന്നുണ്ടെങ്കിൽ ഈ പിടി ഒരു 10 മിനിറ്റ് പിടിക്കുമ്പോൾ തന്നെ മാറും, ഇല്ലേ? അതുപോലെ നമുക്ക് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്തപ്പോൾ കൈ തട്ടി, നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് എന്ത് ചെയ്യും? കയക്കും, ഇല്ലേ? ഇതല്ലേ ചെയ്യുന്നത്? ഇതല്ലേ ഇന്നത്തെ അക്യുപ്രഷർ, അക്യുപഞ്ചർ എന്നൊക്കെ പറയുന്ന സാധനം, ഇല്ലേ? അന്ന് നമ്മളിത് അറിയാതെ ചെയ്തു. ഇന്ന് സയൻസ് അത് മനസ്സിലാക്കി ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. സോ എല്ലാത്തിൻ്റെയും സോഴ്സ് നമുക്ക് ചുറ്റും ദൈവം തന്നിട്ടുണ്ട്, ഇത് കണ്ടെത്തിയാൽ മതി. പിന്നെ എനിക്ക് തലവേദന ഇരിക്കുമ്പോൾ ഇത് ദൈവം വിസ്ഡത്തിൽ തന്നിട്ട് ദൈവമേ സൗഖ്യം തരണേ, സൗഖ്യം തരണേ, സൗഖ്യം തരണേ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഇതിൻ്റെ ആവശ്യമുണ്ടോ?